ഒരു ഫാമിലി ഫാമിലി കുറെ നേരം ചിരിക്കാൻ സോഷ്യൽ മെസ്സേജ് എല്ലാം അങ്ങനെ അതിനേക്കാളും കൂടുതൽ കോമഡി അത്രേ ഉള്ളൂ. ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ ദിലീപിന്റെ ഒരു കംബാക്ക് ഒക്കെ എനിക്കിഷ്ടമായി. അടിപൊളിയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം ദിലീപേട്ടന്റെ ഒരു കംബാക്ക് ആണ്. എന്താ പറയുന്നത്, പഴയ ദിലീപേട്ടനെ നമുക്ക് ഇതിനകത്ത് കാണാം. തുടരും എന്ന സിനിമയിൽ ലാലേട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ ഉഗ്രനായിട്ടുണ്ട്. ടൈലന്റിൽ നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഷാരിസിന്റെ തിരക്കഥ, ബിൻഗോയുടെ സംവിധാനം എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. ഡെഫിനറ്റ്ലി ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കിടിലൻ കോമഡി. ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല. നിങ്ങളും കാണും, ഇഷ്ടപ്പെടും ഉറപ്പായിട്ട്. താങ്ക് യു. നല്ല പാടായിരുന്നു. അല്ലാണ്ട് കോമഡി മാത്രല്ല, പണ്ടത്തെ ദിലീപേട്ടന്റെ സെയിം റൂട്ട്, പണ്ടത്തെ ദിലീപേട്ടൻ. നല്ലൊരു കംബാക്ക് തന്നെ. അതെ. സോഷ്യൽ മീഡിയ മെസ്സേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മെസ്സേജ് ഒക്കെ അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് പറയും. കണ്ടല്ലേ? കോമഡി എങ്ങനെയുണ്ട്? അല്ലാണ്ട് അതെ. നല്ല പടം. ദിലീപേട്ടന്റെ ഒരു കംബാക്ക് ആയിട്ടാണ് തോന്നിയത്. പുള്ളി ഇവിടെ പോയിട്ടില്ല. കണ്ടു. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആട്ടോ, നല്ല കോമഡീസ് ആണ്. പിന്നെ ദിലീപിന്റെ ഒരു കംബാക്ക് നമുക്ക് തീർച്ചയായിട്ടും അക്ഷരത്തിൽ പറയാം. പിന്നെ തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളും കൂടി അത് മനസ്സിലാക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആണെങ്കിലും സൂപ്പറാണ്. ഫാമിലിക്ക് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും. നല്ല കോമഡി സിനിമയാണ്, നല്ല അടിപൊളിയാണ്. ദിലീപേട്ടൻ നമ്മുടെ പഴയ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ നല്ല അടിപൊളി സിനിമയാണ്. ഫാമിലി രണ്ടും രണ്ട് കഥയാണ്, രീതികളാണ്. കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ട്. പിന്നെ അതിന്റെ അകത്ത് ഒരു നമുക്ക് കണ്ടന്റ് വന്നിട്ടുണ്ട്. ശരിക്കും യൂട്യൂബേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇൻവോൾവ്ഡ് ആണ്. നിങ്ങളാണ് ആദ്യം നല്ല സിനിമയാണ്, എല്ലാരും കണ്ടിരിക്കേണ്ടത്. നല്ല പടമായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല പടമായിരുന്നു. കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇവന്റിന്റെ ഒക്കെ പറയുന്ന പടം. അപ്പൊ നല്ലൊരു പടമായിരുന്നു. കുറെ കാലത്തിന് ശേഷം കോമഡി ഒക്കെ വർക്കൗട്ടായി. കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല പടമായിരുന്നു. നമുക്ക് ആ ഒരു പഴയ ദിലീപ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും അടിപൊളിയായിരുന്നു. അല്ല, നമ്മൾ എന്തിനാ എപ്പോഴും പഴയതായിട്ട് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ പടവും വേറെ ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഈ പടം കൊള്ളാം. ഫാമിലി ആയിട്ട് പോയിട്ട് മൂവി കാണാൻ ആസ്വദിക്കാം. ഒരു 2.5 hours ചിൽ. നിങ്ങക്ക് കിട്ടിയത്? കിട്ടി. എനിക്ക് കിട്ടി. ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടി. മൂന്നും ചിരിപ്പിക്കണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫില്, സെക്കൻഡ് ഹാഫില് കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അങ്ങനെ ഒരു ടോപ്പിക്കാണല്ലോ സംസാരിക്കുന്നത്. അപ്പം അത് റൈറ്റർ പക്ക ഒരു ലൈക്ക് ആ ഒരു ലൈൻ പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കത് തോന്നി. സിനിമ ഞാനും കൂടെ ഭാഗമാവുന്ന സിനിമയാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊരു വലിയൊരു ടീമിന്റെ ഭാഗമാവാന്നുള്ളത്. പടം നല്ല രസമുണ്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ സോഷ്യൽ റെലവൻസ് ആണ് ഇതില് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്. പിന്നെ അത് നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ മുഴുവനും, ഈവൻ നമ്മൾ പോലും സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും ഇപ്പൊ മീഡിയയിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നമ്മൾ കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭീകരത, അതായത് അത്രയും സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ ഇതുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് വല്ലാണ്ട് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അതിന്റെ ഒരു നേർസാക്ഷ്യം പോലെ ഈ സിനിമയില് കാര്യമായിട്ടുണ്ട്. അപ്പൊ അത് നല്ലതാണ് ഈ സിനിമ. അത് നല്ല രസമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ കോമഡിക്ക് വേണ്ടിയിട്ടില്ല. കോമഡി കുറച്ച് നമ്മുടെ ലൈഫിലെ ഫാക്ടറുകളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് ഭയങ്കര രസമുണ്ട്. എന്തായാലും സിനിമ നന്നായിരുന്നു. ദിലീപേട്ടനെ നമുക്ക് കുറെ നാൾക്ക് ശേഷം നല്ല ഇതില് കാണാൻ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും നമ്മള് ഇതില് സിനിമയുടെ ഇതിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ദിലീപേട്ടന്റെ ഒരു തിരിച്ചു
വരവാണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ ഒരുപാട് ആസ്വദിക്കും. നമ്മുടെ സാധാരണ ആളുകൾ ഫാമിലി എന്റർടൈനറും ആണ്. കുറച്ചുകൂടെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ റെലവൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അത് കാണാനായിട്ട് വരും. ഫാമിലി കൂടുതൽ വരും.